ബ്രേക്കിംഗ്. ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിലെ വിദേശ കറൻസികളും സ്വർണവും വായ്ക്കുള്ളിലാക്കി കടത്തി ഭണ്ഡാരം എണ്ണുന്ന ജീവനക്കാർ. 2 ദേവസ്വം ജീവനക്കാർ അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശികളായ MG ഗോപകുമാർ, സുനിൽ G നായർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായത്. ഇരുവരെയും സന്നിധാനം പോലീസിന് കൈമാറി. ഗോകുൽനാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എന്താണ് സംഭവം? അറസ്റ്റിലായവർ ആരൊക്കെയാണ്? ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിലെ വിദേശ കറൻസികളും സ്വർണവും വായിലാക്കി കടത്തിയിരിക്കുകയാണ് ഭണ്ഡാരം എണ്ണുന്ന ജീവനക്കാർ. സാധാരണഗതിയിൽ താൽക്കാലിക ജീവനക്കാരെ കൊണ്ടാണ് ഭണ്ഡാരം എണ്ണിക്കുന്നത് അടക്കമുള്ള തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 1600ഓളം ജീവനക്കാർ വേണ്ടിയിടത്ത് ഇപ്പോൾ നിലവിൽ 1400 ജീവനക്കാർ മാത്രമാണുള്ളത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ദേവസ്വം ബോർഡ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച സമയം തന്നെ ഉണ്ടായിരുന്നത്. പോലീസ് ക്ലിയറൻസ് അടക്കം നേടിയവരെയാണ് ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരായി ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. 2 പേരും താൽക്കാലിക ജീവനക്കാരായി എത്തിയവരാണ്. ഇവർ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ സാധാരണഗതിയിൽ ഇവരെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാറില്ല. അത്തരത്തിലാണ് ഈ ഭണ്ഡാരം എന്ന തൊഴിലിലേക്ക് പ്രവേശിപ്പിക്കുക, മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ മുറിക്കുള്ളിൽ കടക്കാൻ പോലും ആർക്കും അനുവാദമില്ലാത്തതാണ്. അത്തരത്തിൽ ആ ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ഇവരാണ് ഇപ്പോൾ വായിക്കകത്ത് ഈ വിദേശ കറൻസികളും അതേപോലെ തന്നെ സ്വർണ്ണമടക്കമുള്ളവയാണ് ഇത്തരത്തിൽ ഭണ്ഡാരത്തിൽ, വലിയ ഭണ്ഡാരത്തിൽ കാണിക്കയിലൊക്കെ വീഴുന്ന പണവും പണ്ടങ്ങളും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരാണ്. ഇവരാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വായ്ക്കുള്ളിൽ സ്വർണവും വിദേശ കറൻസികളും കടത്താൻ ശ്രമം നടത്തിയത്. അതേസമയത്ത് ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിലെ വിദേശ കറൻസികളും സ്വർണവും വായ്ക്കുള്ളിലാക്കി കടത്തിയിരിക്കുകയാണ്. ഈ ഭണ്ഡാരം എണ്ണുന്ന ജീവനക്കാരാണ് ഇത്തരത്തിലൊരു സംഭവം ചെയ്തത്. 2 ദേവസ്വം ജീവനക്കാരാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശികളായ MG ഗോപകുമാർ, സുനിൽ G നായർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായത്. ഇരുവരെയും സന്നിധാനം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ നടത്തിയ പരിശോധനയിൽ ഈ 2 പേരുടെയും വായ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തായത്. സായ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സായ്, കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള തിരക്കുള്ള ഒരു സ്ഥലത്ത് നിന്നും ഈ ഭണ്ഡാരം എണ്ണുന്നതിനിടയിൽ ഇത് വായ്ക്കുള്ളിലാക്കി കടത്താൻ ഇവർക്ക് സാധിച്ചത്? സായ്. കീർത്തന, ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയെന്ന വലിയ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് മറ്റൊരു തട്ടിപ്പിന്റെ വിവരം കൂടി ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്നത്. ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിലെ വിദേശ കറൻസികളും അവിടെയുള്ള സ്വർണവും വായിലാക്കി കടത്തി ആണ് അവിടുത്തെ ഭണ്ഡാരം എണ്ണുന്ന ജീവനക്കാർ അവിടെ ധാരാളമായി ഉണ്ട്. ഈ സമയത്തൊക്കെ, ഈ തീർത്ഥാടന കാലത്തൊക്കെ ഭണ്ഡാരങ്ങളിൽ നിറയുന്ന നോട്ടുകളും കറൻസികളും ഒക്കെ എണ്ണിത്തിട്ടപ്പെടുത്താൻ അവിടെ ജീവനക്കാരെ നിയോഗിക്കുക സ്വാഭാവികമാണ്. എല്ലാ തീർത്ഥാടന കാലത്തും അത്തരത്തിൽ ജീവനക്കാരെ നിയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള 2 ദേവസ്വം ജീവനക്കാരാണ് ഇപ്പോൾ ഈ തട്ടിപ്പിൽ അറസ്റ്റിലായിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശികളായ MG ഗോപകുമാർ, സുനിൽ G നായർ എന്നിവരാണിപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ 2 പേരും താൽക്കാലിക ജീവനക്കാരാണ്. ഇവരെ സന്നിധാനം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവർ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും വായ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തായത് എന്ന ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. വിദേശ കറൻസികളിൽ കോട്ടിംഗ് ഇല്ലാത്തതിനാൽ വായിലിട്ടാലും അത് കേടാകില്ല. ഈയൊരു സാഹചര്യമാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ഇതാണ് പ്രതികൾ പ്രയോജനപ്പെടുത്തിയത്. അങ്ങനെ ആ ഒരു തട്ടിപ്പ് ഇവർ സ്ഥിരമായി നടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ആ തട്ടിപ്പ് പൊളിഞ്ഞു. ഇവരെ ദേവസ്വം വിജിലൻസ് നേരത്തെ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ 2 താൽക്കാലിക ജീവനക്കാരെ പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശികളായ MG ഗോപകുമാർ, സുനിൽ G നായർ എന്നിവരാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. കീർത്തന.